സ്ഥിതിഗതികള് വളരെ ദയനീയമാണ്. ഇന്നലെ പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് ഈ ദുരന്തം പെടുന്നനെ ഉണ്ടാവുന്നത്. ഇപ്പം ഒരു 45ഓളം ആളുകൾ അനൗദ്യോഗികമായി മരിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ പരിക്കേറ്റ അപകടാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തന ദൗത്യം നാട്ടുകാരും അതേപോലെ ഗവൺമെന്റ് സംവിധാനങ്ങളും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നന്നായി നടക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഈ ഉരുൾപൊട്ടിയ പ്രദേശത്തേക്ക് പോകുന്ന ഒരു പാലം അത് പൂർണ്ണമായി നശിച്ചത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതികൂലമായി നിന്ന സാഹചര്യം ഉണ്ടാകാൻ കാരണം. ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട പ്രദേശത്തൊക്കെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം കൃത്യമായി പറയാൻ സാധിക്കൂല. ആ രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. എല്ലാവരും രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. വലിയ ഒരു ദുരന്തമാണ് വയനാടിനെ സംബന്ധിച്ച് ഇന്നലെ പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. അവിടെ ആംബുലൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളെല്ലാം നിലവിലെല്ലാം ഉണ്ടോ? എല്ലാ സംവിധാനങ്ങളും, ആംബുലൻസുകൾ സന്നദ്ധ സംഘടനകളുടെ, ഗവൺമെന്റിൻ്റെത്, മറ്റെല്ലാ മേഖലകളിലുള്ള ആംബുലൻസുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നാടാകെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പം നിലവിൽ നമുക്ക് കൃത്യമായി മറ്റ് മരണസംഖ്യയെ സംബന്ധിച്ചോ അപകടത്തിൽപ്പെട്ടവരുടെ സംഖ്യയെ സംബന്ധിച്ചോ ഒന്നും പറയാൻ കഴിയില്ല. മറ്റേ പട്ടാളക്കാർ അവര് വന്നിട്ടുണ്ടോ, എത്തിയിട്ടുണ്ടോ? അവരൊക്കെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നിലവിൽ ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഇടപെടുന്നുണ്ട്. NDRF, ഫയർഫോഴ്സ്, പോലീസ് സംവിധാനം, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, അങ്ങനെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇവിടെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ചുരൽമലയിലെ ദുരന്തബാധിത പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളും എല്ലാവരും ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.